സ്റ്റാർട്ടപ്പുകളിൽ പലതും പൂട്ടിപ്പോയി എന്ന കണക്കുമായി ഡോക്ടർ ശശി തരൂർ MP ആദ്യം പറഞ്ഞതൊക്കെ തിരുത്തി. കേരളത്തിന് ഈ പറയുന്ന നേട്ടമൊന്നും ഇല്ലെന്ന് സ്ഥാപിക്കാൻ ആധാരമാക്കിയത് മറ്റൊരു ഡേറ്റയും. ടൈംസ് ഓഫ് ഇന്ത്യ പ്രസിദ്ധീകരിച്ച വാർത്തയിലെ കണക്കാണ് ഡോക്ടർ തരൂർ പങ്കുവച്ചത്. കേരളത്തിൽ 9 വർഷത്തിനിടെ 42,719 സ്റ്റാർട്ടപ്പുകൾ പൂട്ടിപ്പോയി എന്നാണ് ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്തത്. ടൈംസ് ഓഫ് ഇന്ത്യ നൽകിയ ആ കണക്ക് നിയമസഭയിൽ സർക്കാർ തന്നെ കൈമാറിയതാണെന്ന വിശദീകരണവുമായി മന്ത്രി P. രാജീവ് രംഗത്തെത്തി. സർക്കാർ നേരത്തെ പറഞ്ഞതാണെങ്കിലും വസ്തുതയല്ലാതാകുമോ എന്ന ചോദ്യവുമായി കോൺഗ്രസിന്റെ മറുപടിയും വന്നു. തുറന്നതെല്ലാം പൂട്ടിപ്പോയ കേരളമെന്ന് പറഞ്ഞ് പ്രതിപക്ഷ നേതാവ് വീണ്ടും വാർത്താ സമ്മേളനം നടത്തി. ഈ ഘട്ടത്തിൽ സ്റ്റാർട്ടപ്പുകളെക്കുറിച്ചും സൂക്ഷ്മ സംരംഭങ്ങളെക്കുറിച്ചുമുള്ള വസ്തുത ന്യൂസ് മലയാളം പ്രേക്ഷകർക്ക് മുന്നിൽ വയ്ക്കുകയാണ്. സ്പോട്ട് ലൈറ്റിലേക്ക് സ്വാഗതം. ശശി തരൂർ അറിയുന്നുണ്ടോ പൂട്ടിയ സ്റ്റാർട്ടപ്പ് കണക്കും പാതി നിറഞ്ഞ ഗ്ലാസ് എന്ന്? ഒരു ഗ്ലാസിൽ പകുതി വെള്ളമുണ്ടെങ്കിൽ അത് 2 തരത്തിൽ പറയാമെന്നത് പഴയ ചൊല്ലാണ്. പോസിറ്റീവായി കാര്യങ്ങളെ കാണുന്നവർ ആ ഗ്ലാസിൽ പകുതി വെള്ളമുണ്ട് എന്ന് പറയും. നെഗറ്റീവായി കാണുന്നവർ ആ ഗ്ലാസ് പകുതി കാലിയാണെന്നും പറയും. 42,719 സ്റ്റാർട്ടപ്പുകൾ അഥവാ സൂക്ഷ്മ വ്യവസായങ്ങൾ 9 വർഷത്തിനിടെ പൂട്ടിപ്പോയി എന്നായിരുന്നു ടൈംസ് ഓഫ് ഇന്ത്യയിലെ വാർത്ത. അതാണ് ശശി തരൂർ പങ്കുവച്ചത്. ഇത്രയും പൂട്ടിപ്പോയ സ്ഥിതിക്ക് സർക്കാർ മേനി പറയുന്നത് ശരിയല്ല എന്നും ശശി തരൂർ പറഞ്ഞു. ഈ കണക്ക് സർക്കാർ തന്നെ നിയമസഭയിൽ നേരത്തെ വച്ചതാണ്. 10 വർഷത്തിനിടെ ഇത്രയും സ്റ്റാർട്ടപ്പുകൾ പൂട്ടിപ്പോകുന്നത് അസ്വാഭാവികമാണോ? ഒന്ന് അമ്പരക്കാൻ തയ്യാറാണെങ്കിൽ ഇതാ ന്യൂസ് മലയാളം ദേശീയ കണക്കുകൾ അവതരിപ്പിക്കുകയാണ്. ഇത് കേന്ദ്ര മന്ത്രാലയത്തിന്റെ തന്നെ കണക്കാണ്. ഇന്ത്യയിൽ കഴിഞ്ഞ 10 വർഷത്തിനിടെ ആരംഭിച്ച 70% സ്റ്റാർട്ടപ്പുകളും പൂട്ടിപ്പോയി. 1-ാം വർഷം തന്നെ രാജ്യത്ത് തുടങ്ങിയ 20% പൂട്ടിപ്പോയി. 2-ാം വർഷം അവസാനിച്ചപ്പോൾ 30% പൂട്ടിപ്പോയി. 5-ാം വർഷം അവസാനിച്ചപ്പോൾ 50% പൂട്ടിപ്പോയി. 5 വർഷം അതിജീവിക്കാൻ കഴിഞ്ഞ സ്റ്റാർട്ടപ്പുകളിൽ 20% കൂടി 10 വർഷത്തിനിടെ പൂട്ടി. 30% നിലനിന്നതുപോലും നിരവധി പരാജയങ്ങൾക്ക് ശേഷം ആരംഭിച്ച വ്യവസായികളുടെ സംരംഭമാണ്. ഇതിനെ 2 രീതിയിൽ വ്യാഖ്യാനിക്കാം. 10 വർഷം കൊണ്ട് 30% സ്റ്റാർട്ടപ്പുകൾ വിജയിച്ചു എന്നും പറയാം. 70 സ്റ്റാർട്ടപ്പുകൾ പൂട്ടിപ്പോയി എന്നും പറയാം. എങ്ങനെ വേണമെന്ന് ഓരോരുത്തർക്കും സ്വന്തം ഇഷ്ടമനുസരിച്ച് തീരുമാനിക്കാം. ഇനി രാജ്യത്ത് ആദ്യമായി വ്യവസായം ചെയ്യുന്നവരുടെ കണക്കിലേക്ക്. നവവ്യവസായികൾ അഥവാ ആദ്യ സംരംഭക്കാരുടെ കണക്കാണ് ഏറ്റവും അമ്പരപ്പിക്കുന്നത്. ആദ്യമായി വ്യവസായം ചെയ്യുന്നവരുടെ സംരംഭങ്ങളിൽ 82% പൂട്ടിപ്പോവുകയാണ്. മുമ്പ് പറഞ്ഞതുപോലെ പോസിറ്റീവായി പറയണമെങ്കിൽ 18% വിജയനിരക്ക് എന്ന് തിരുത്തിയും പറയാം. പക്ഷേ വസ്തുത 82% ഇന്ത്യയിൽ പൂട്ടിപ്പോകുന്നു എന്നാണ്. സ്റ്റാർട്ടപ്പായി തുടങ്ങി വലിയ വ്യവസായമായി മാറിയത് 100-ൽ 1 വീതം മാത്രമാണ്. സ്ലാക്ക്, ഊബർ, സ്ട്രൈപ്പ്, ഡോക്കർ തുടങ്ങിയവ മാത്രമാണ് രാജ്യമെങ്ങും അറിയപ്പെടുന്ന വലിയ സംരംഭങ്ങളായത്. വെഞ്ചർ ക്യാപിറ്റൽ സ്ഥാപനങ്ങളുടെ പിന്തുണയുള്ള സ്റ്റാർട്ടപ്പുകളുമുണ്ട്. അവയുടെ സ്ഥിതി കൂടി കേട്ടാൽ ഒന്നുകൂടി അമ്പരക്കും. സ്റ്റാർട്ടപ്പിൽ മൂലധന നിക്ഷേപം എത്തി എന്ന് വലിയ വാർത്തയായി വരുന്ന 10-ൽ 7 സ്ഥാപനവും പൂട്ടിപ്പോയി. നമ്മുടെ ബൈജൂസ് നേരിടുന്ന പ്രതിസന്ധിയാണ് ഇതിന് ഒരു ഉദാഹരണം. വിജയിക്കും എന്ന് കണക്കുകൂട്ടിയാണ് വിദേശ നിക്ഷേപകർ വെഞ്ചർ മൂലധനം ഇറക്കുന്നത്. അവരുടെ കണക്കുപോലും തെറ്റിച്ചാണ് 10-ൽ 7 പൂട്ടിപ്പോകുന്നത്. 3 വർഷത്തിനിടെ 3,43,491 സംരംഭങ്ങൾ തുറന്നു. 9 വർഷത്തിനിടെ 42,719 പൂട്ടിപ്പോയി. ഈ 2 കണക്കുകൾ മാത്രമാണ് ഡോക്ടർ ശശി തരൂർ പങ്കുവച്ച വാർത്തയിൽ ഉള്ളത്. അതുതന്നെ വലിയ അബദ്ധമാണ്. ഒരു അനുപാതം എടുക്കാൻ വേണ്ടത് ഒരേ കാലത്ത് തുറന്നതും പൂട്ടിപ്പോയതുമായ സംരംഭങ്ങളുടെ കണക്കാണ്. 3 വർഷത്തിനിടെ തുറന്ന വ്യവസായങ്ങളുടെ കണക്കും 9 വർഷം കൊണ്ട് പൂട്ടിപ്പോയ വ്യവസായങ്ങളുടെ കണക്കും തമ്മിൽ താരതമ്യം ചെയ്യാനാകില്ലെന്ന് ഏത് കുട്ടിക്കും അറിയാം. 9 വർഷത്തിനിടെ പൂട്ടിപ്പോയതിന്റെ കണക്ക് തന്നെ എടുക്കുക, 42,719. ഇത് ശരിക്കും 3 വർഷത്തിനിടെ തുറന്ന വ്യവസായങ്ങളുടെ 12.43% മാത്രമാണ്. പൂട്ടിപ്പോകുന്നതിന്റെ ദേശീയ ശരാശരി 82 എന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. ആ കണക്ക് വെച്ച് നോക്കിയാൽ
കേരളത്തിൽ എന്തോ മഹാത്ഭുതം സംഭവിച്ചിരിക്കുന്നു എന്ന് പറയേണ്ടി വരും. 9 വർഷത്തിനിടെ പൂട്ടിപ്പോയത് 3 വർഷത്തിനിടെ തുറന്നതിൻ്റെ 12.5% അടുത്ത് മാത്രമാണ്. പക്ഷേ അങ്ങനെ പറയുന്നതും തെറ്റാണ്. എന്തുകൊണ്ടെന്നാൽ 3 വർഷത്തിനിടെ തുറന്ന വ്യവസായങ്ങളും 3 വർഷത്തിനിടെ പൂട്ടിപ്പോയ വ്യവസായങ്ങളുമേ താരതമ്യം ചെയ്യാൻ കഴിയൂ. അല്ലെങ്കിൽ 9 വർഷത്തിനിടെ തുറന്നതും 9 വർഷത്തിനിടെ പൂട്ടിപ്പോയതും എടുക്കണം. അതിനുശേഷം ദേശീയ ശരാശരിയുമായി താരതമ്യം ചെയ്യണം. അപ്പോഴാണ് യഥാർത്ഥ കണക്ക് ലഭിക്കുക. അമേരിക്കയിൽ ആരംഭിക്കുന്ന സ്റ്റാർട്ടപ്പുകളിൽ 75% 15 വർഷത്തിനിടെ പൂട്ടിപ്പോവുകയാണ്. ഈ കണക്ക് US കോൺഗ്രസിൽ ബൈഡൻ സർക്കാരിന്റെ കാലത്ത് സമർപ്പിച്ച രേഖയിൽ ഉള്ളതാണ്. അമേരിക്കയിലും പാശ്ചാത്യ രാജ്യങ്ങളിലും സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റം എന്ന് അംഗീകരിക്കുന്നത് ഇവ തുടങ്ങാനുള്ള സാഹചര്യങ്ങൾ നോക്കിയാണ്. ഒരു സ്റ്റാർട്ടപ്പ് ആർക്കും ആരംഭിക്കാൻ കഴിയുമെങ്കിൽ അനുകൂല ആവാസ വ്യവസ്ഥ ഉണ്ടെന്നാണ് അർത്ഥം. തുടങ്ങുന്ന വ്യവസായങ്ങൾ പൂട്ടിപ്പോകുന്നതിന് പല കാരണങ്ങൾ ഉണ്ടാകും. സംരംഭകന്റെ പരിചയക്കുറവ്, അശ്രദ്ധ, ഫണ്ട് ലഭിക്കാത്തത്, വിൽപ്പന നടക്കാത്തത്, അനുയോജ്യരായ തൊഴിലാളികളെ കിട്ടാത്തത്, വിപണിയുടെ ആവശ്യം അറിയുന്നതിൽ വന്ന പരാജയം, വികസിപ്പിച്ച് വന്നപ്പോഴേക്കും സാങ്കേതിക വിദ്യയിലുണ്ടായ മാറ്റം, ഇങ്ങനെ അനേകം കാരണങ്ങളുണ്ട്. തുടങ്ങിയ സ്ഥാപനങ്ങളെല്ലാം വിജയിച്ചിരുന്നെങ്കിൽ കേരളം ഇന്ന് ലോകത്തെ ഏറ്റവും വലിയ വ്യവസായ കേന്ദ്രമാകുമായിരുന്നു. എന്തുകൊണ്ടെന്നാൽ സ്വയം തൊഴിൽ സംരംഭം തുടങ്ങാൻ ഓരോ 10 വീട്ടിലും ഒരു വീട്ടിൽ വീതം വായ്പ എടുത്തിട്ടുള്ള നാടാണ് കേരളം. അതൊക്കെ വിജയിച്ചിരുന്നെങ്കിൽ കേരളം സിലിക്കൺ വാലി ആകുമായിരുന്നു. ഇവിടെ പൂട്ടിപ്പോയ ഈ കണക്ക് ഡോക്ടർ ശശി തരൂർ ഒരു മാപ്പ് പറച്ചിലിനുള്ള ഉപാധിയാക്കി മാറ്റുകയായിരുന്നു. ഇങ്ങനെ പൂട്ടിപ്പോകുന്നത് അസ്വാഭാവികമാണോ എന്ന അന്വേഷണം വാർത്ത പ്രസിദ്ധീകരിച്ച മാധ്യമമോ ഡോക്ടർ തരൂരോ നടത്തിയില്ല. കോൺഗ്രസ് നേതൃത്വത്തെ അനുസരിക്കാൻ തീരുമാനിച്ചപ്പോൾ അതിന് ബലം നൽകാൻ ഒരു ഡേറ്റ അനിവാര്യമായിരുന്നു. അതാണ് തരൂർ ഈ വാർത്തയിൽ നിന്ന് കണ്ടെത്തിയത്. അപ്പോഴും ഗ്ലാസിൽ പകുതി വെള്ളമുണ്ട് എന്ന് ആരും പറഞ്ഞു കൊടുക്കാതെ അറിയുന്നയാളാണ് ഡോക്ടർ തരൂർ. സ്പോട്ട്ലൈറ്റ് ഇനി മറ്റൊരു വിഷയവുമായി നാളെ ഇതേ സമയം. നമസ്കാരം.